കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം മൂന്ന് എന്ന് പറയുന്ന കേസിനെ 36,000 അല്ലെങ്കിൽ 32,000 പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഒരു വലിയ കള്ളക്കണക്ക് ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാനായിട്ടാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ ശ്രമിക്കുന്നത്. ദൂരദർശനിൽ സംരക്ഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അവരുടെ, ആ സിനിമ ആളുകൾ കണ്ടോട്ടെ, അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന്. അപ്പൊ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയും വിദ്വേഷ പ്രചാരണത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് കുറെ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും അത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ പല രൂപതകളിലും, ഇപ്പോൾ ഇടുക്കി രൂപത അതുപോലെ തന്നെ അവരൊക്കെയും തയ്യാറാവുന്നു ഇത് പ്രദർശിപ്പിക്കാൻ എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഒരു സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം പള്ളികൾ തകർക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കി മതക്കാർക്കൊന്നും തന്നെ അവിടെ സ്ഥാനമില്ല. ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് മാത്രമാണ്. അവിടെ ദളിതർക്കോ ഈഴവർക്കോ ഒന്നും തന്നെ യാതൊരു സ്ഥാനമില്ല. അപ്പോൾ ആ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്തെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത അവർ ഇരയാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ വീണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതേസമയം നമുക്ക് അറിയാം, ഇപ്പോൾ കേരള സ്റ്റോറിക്ക് പകരം മണിപ്പൂർ സ്റ്റോറി കാണിക്കാൻ മറ്റൊരു കൂട്ടർ അവിടെ തയ്യാറാവുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പള്ളിയുടെ മുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുങ്ങുന്നു എന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് കേരളത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ കേരള സ്റ്റോറി പോലെയാണ്. ഇവിടുത്തെ മനുഷ്യർ ഇവർ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള രീതിയിൽ ഇവിടുത്തെ മനുഷ്യരാകെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നോർത്തില് കേരളത്തിനെതിരെയുള്ള ഹെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത്.